ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് രോഗം ഒരു തവണ വന്നു മാറിയവർക്ക് ഈ രണ്ടാം തരംഗത്തിൽ വീണ്ടും കോവിഡ് രോഗം വരുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് എന്നോട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. പല കുടുംബങ്ങളിലും ഒരുപക്ഷെ ദിവസവും പുറത്തു പോയി വരുന്ന ഒരുപക്ഷെ ചെറുപ്പക്കാർ, യുവാക്കൾക്കാർക്കും ആദ്യം രോഗം ലഭിക്കുന്നത്. അവർ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ക്രമേണ ഒരാഴ്ച കഴിയുമ്പോൾ ബാക്കി വീട്ടിലുള്ള 3-4 പേര് പോസിറ്റീവ് ആകുന്നത് കാണാം. ഒരുപക്ഷെ ആദ്യം ഈ യുവാവിന് ഒരു 12 ദിവസം കഴിയുമ്പോൾ നെഗറ്റീവ് ആകും. പക്ഷേ ഈ ബാക്കിയുള്ളവർക്ക് ഈ രോഗം നെഗറ്റീവായി വരുന്ന സമയത്ത് ഈ ആദ്യം കോവിഡ് രോഗം വന്ന് നെഗറ്റീവായ യുവാവിന് പോസിറ്റീവ് ആകുന്നു. അവന് വീണ്ടും കുളിരും പനിയും വരുന്നു. ഇത് കേരളത്തിലും അങ്ങോളം ഇങ്ങോളം പലരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സാധാരണ ഒരു തവണ കോവിഡ് രോഗം വന്ന് നെഗറ്റീവായവർക്ക് വീണ്ടും ഉടനെ വരികയില്ല എന്ന രീതിക്കാണ് നമ്മൾ ശാസ്ത്രലോകം ഇന്നേ വരെ ഇതിനെ കണ്ടിരുന്നത്. ഒന്നാം തരംഗത്തിൽ കോവിഡിൻ്റെ തുടക്കത്തിൽ കോവിഡ് രോഗം വന്നു മാറിയവർക്ക് നമ്മുടെ ശരീരത്തിൽ ഈ കോവിഡിനെതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡി ഫോം ചെയ്യും. ഈ ആൻറ്റിബോഡി ശരീരത്തിൽ ഉണ്ടാകുന്നിടത്തോളം സമയം വീണ്ടും ഈ കൊറോണ വൈറസ് രണ്ടാമത് അറ്റാക്ക് ചെയ്യത്തില്ല. ഈ ആൻറ്റിബോഡി നെഗറ്റീവ് ആയാൽ മാത്രമേ രണ്ടാമത് വരത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ചാണ് ഇപ്പോൾ എടുക്കുന്ന കൊറോണ വാക്സിനുകളും പ്രവർത്തിക്കുന്നത്. അതായത് ഈ കൊറോണ വാക്സിനിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ കൊറോണ വൈറസിനെതിരെയുള്ള ഒരു ആൻറ്റിബോഡി കൃത്രിമമായിട്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തു നിന്ന് രണ്ടാമതൊരു കൊറോണ വൈറസ് വന്നാലും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇനി അഫക്റ്റ് ചെയ്താലും തീവ്രമാകാതെ പോകും എന്നായിരുന്നു നമ്മുടെ ഒരു കണക്ക്. എന്നാൽ ഇപ്പോൾ കൊറോണ വൈറസ് വന്ന് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും രണ്ടാമത് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കൊറോണ വൈറസിന് നമ്മുടെ ഇന്ത്യൻ വകഭേദത്തിന് ഉണ്ടായിട്ടുള്ള ജനറ്റിക് മോഡിഫിക്കേഷനാണ്, അതായത് അവയ്ക്കുണ്ടാകുന്ന ജനിതക മാറ്റമാണ് ഇപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം ഉണ്ടാകാനായിട്ട് കാരണം. സാധാരണ കൊറോണ വൈറസ് ഒരു തവണ വന്നിട്ടുള്ളവർക്ക് വീണ്ടും വരുന്നതിന് കാരണം കൊറോണ വൈറസിൻ്റെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ജനറ്റിക് മോഡിഫിക്കേഷനാണ്. ആന്ധ്രാപ്രദേശത്തിലെ കുർണൂൾ സിറ്റിയിൽ ഈ രണ്ടാം തരംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ N44K എന്ന ഒരു ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയുണ്ടായി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത് ആന്ധ്രാപ്രദേശിലാകെ വ്യാപിക്കുകയും ആന്ധ്രാപ്രദേശിൽ മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളിൽ 3-1 ഈ N44K ആണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഏകദേശം 2 മാസം മുമ്പ് കേരളത്തിലെ വൈറൽ സ്ട്രെയിനുകളിൽ നടത്തിയിട്ടുള്ളൊരു പഠനത്തിൽ കേരളത്തിൽ വ്യാപിക്കുന്ന കോവിഡ് വൈറസുകളിൽ 6% ഈ N44K ആണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ പെട്ടെന്ന് പെരുകുന്നതിനും, അതായത് വൈറസുകൾ എന്തിനാണ് ഈ ജനിതക മാറ്റം വരുത്തുന്നതെന്ന് അറിയാമോ? അവയുടെ അതിജീവനത്തിന് വേണ്ടി. അതായത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ആ കാലാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ ഈ വൈറസുകൾക്ക് വളരെ പെട്ടെന്ന് പെരുകണം എന്നുണ്ടെങ്കിൽ അവയ്ക്ക് അതിൻ്റേതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം നമ്മൾ വാങ്ങി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരുപക്ഷെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെയോ ബ്രേക്കിൻ്റെയോ അല്ലെങ്കിൽ ടയറിലോ വ്യത്യാസം വരുത്തണം. ഇതേപോലെ തന്നെ വൈറസുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ മനുഷ്യരുടെ ശരീരപ്രകൃതിക്കും അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതുപോലെ കൊറോണ വൈറസിൻ്റെ വൈറൽ സ്പൈക്കുകളിലുള്ള വ്യത്യാസത്തിലാണ് ഈ N44K എന്ന് പറയുന്ന ഒരു സ്ട്രാൻഡ് ഉണ്ടായിരിക്കുന്നത്. ഈ സ്ട്രാൻഡിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് ഒന്നാം തരംഗത്തിൽ കൊറോണ വൈറസ് വയസ്സായവരെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തിരുന്നുള്ളെങ്കിൽ ഈ N44K ചെറുപ്പക്കാരെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ നമുക്ക് കോവിഡ് വൈറസിന് ഒരു 3 ദിവസം മുതൽ 10 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് പറയുമെങ്കിൽ ഈ ജനിതക മാറ്റം വന്ന N44K ഏകദേശം 3-4 ദിവസം ഇൻക്യുബേഷൻ പീരീഡ് മതി. അതായത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡിൽ ഇത് പകരും. മറ്റു സ്ട്രാൻഡുകളെ അപേക്ഷിച്ച് ഈ N44K ഏകദേശം മറ്റു വൈറസുകളേക്കാൾ ഏകദേശം 15 ഇരട്ടിയോളം വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. മാത്രമല്ല, ഇത് ഓരോ മനുഷ്യരിലും ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന വൈറൽ ലോഡ് എന്ന് പറയുന്നത് മറ്റു വൈറസ് സ്ട്രാൻഡുകളെ അപേക്ഷിച്ച് ഏകദേശം 10 ഇരട്ടിയോളമാണ്. അതായത് ഈ വൈറസിൻ്റെ പ്രത്യേകത വളരെ ചുരുങ്ങിയ ഇൻക്യുബേഷൻ പീരീഡ്, 15 ഇരട്ടി സ്പീഡിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നു, വളരെ ഉയർന്ന വൈറൽ ലോഡ്, കൂടാതെ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരു രോഗിയെ ഹൈപ്പോക്സിയ, ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട്. അതായത് 7 ദിവസം 8 ദിവസം കൊണ്ട് തന്നെ രോഗിയുടെ രക്തത്തിലെ ഓക്സിജന്റെ ഒരു കോൺസെൻട്രേഷൻ കുറയാൻ മാത്രമുള്ള ഒരു കഴിവ് ഈ വൈറസിനുണ്ട്. അത്രത്തോളം പവർഫുള്ളാണ്
ഈ N44K എന്ന് പറയുന്ന ഒരു വൈറൽ മോഡുലേഷൻ. ആന്ധ്രാപ്രദേശിൽ ഈ സ്ട്രാൻഡിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ മെഡിക്കൽ സയൻസിന് പറയാൻ സാധിക്കില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചിലരിൽ വളരെ മൈൽഡായിട്ട് പോകും, വളരെ ചിലരിൽ ഇത് ഗുരുതരമായിട്ട് മാറാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിൽ 50 വയസ്സിന് താഴെ മരണപ്പെട്ട ആൾക്കാരിൽ, അതായത് മധ്യവയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ 100ന് മുകളിൽ ആൾക്കാർ ഓൾറെഡി കേരളത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ അതെല്ലാം ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ജനിതക മാറ്റം വന്ന വൈറസ് ആകാനാണ് സാധ്യത. ഈ N44K എന്ന് പറയുന്ന വൈറസ് 2 മാസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 6% കേരളത്തിലുണ്ടായിരുന്നത്. ഇത്തരത്തിൽ അതിവേഗ വ്യാപന സാധ്യതയുള്ള വൈറസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളത്തിൽ എത്രയോ ഇരട്ടിയായി മാറിക്കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ഒരാളിന് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു RT-PCR വഴിക്ക് പരിശോധിക്കാം. പക്ഷേ അത് ഏത് തരത്തിലുള്ള വൈറൽ സ്ട്രാൻഡാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ജീനോം സ്റ്റഡി പോലുള്ള ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആവശ്യമാണ്. അത് അത്രത്തോളം എളുപ്പമോ പ്രാക്ടിക്കലോ അല്ല ഈ കേരളത്തിൽ ഈ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ടുള്ള വൈറസ് ഈ N44K ആണോ അല്ലയോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരുപക്ഷെ നമ്മുടെ കൃഷിമന്ത്രിയായിരുന്ന ശ്രീ സുനിൽ കുമാറിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി 2 തവണ അടുപ്പിച്ച് അദ്ദേഹത്തിന് കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് വന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള N44K വൈറസ് ആകാനാണ് സാധ്യത. ഈ N44Kയുടെ അപകടകരമായ ഒരു വശം എന്ന് പറയുന്നത് ഇത് ഇമ്മ്യൂണോ എസ്കേപ്പ് സ്ട്രെയിൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ആൻറ്റിബോഡീസ്, കോവിഡിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉള്ളവർക്ക് ഈ വൈറസ് രണ്ടാമത് വീണ്ടും അഫക്റ്റ് ചെയ്തു എന്ന് വരാം. അതായത് ഒരു തവണ കോവിഡ് രോഗം വന്നു പോയവരുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റിബോഡീസ് ഉണ്ടാകും. പക്ഷേ വീണ്ടും ഈ വൈറസ് അറ്റാക്ക് ചെയ്താൽ ആൻറ്റിബോഡി ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇവയ്ക്ക് ശരീരത്തിനകത്ത് പെറ്റുപെരുകാൻ സാധിക്കും. ഇതേ അപകടം തന്നെയാണ് വാക്സിൻ എടുത്തവരിൽ സംഭവിക്കുന്നത്. കാരണം അവരുടെ ശരീരത്തിൽ കൃത്രിമമായി നൽകിയിട്ടുള്ള ആൻറ്റിബോഡികളെ പോലും ഓവർകം ചെയ്തുകൊണ്ട് ഈ N44K വൈറസ് സ്ട്രാൻഡ്സ് അവരുടെ ശരീരത്തിൽ പെറ്റുപെരുകാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഒരു തവണ വന്നു മാറിയ പലരിലും വീണ്ടും കോവിഡ് വൈറസ് പോസിറ്റീവ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. കേരളത്തിൽ ഈ വൈറസ് കാരണം രോഗം വന്നവർക്ക് വീണ്ടും വന്നാലുള്ള ബുദ്ധിമുട്ട് എന്തെന്നറിയാമോ? നിങ്ങൾക്കറിയാം, കേരളത്തിലെ ജനസാന്ദ്രത കൂടുതലാണ്. ഇവിടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ഇത്തരത്തിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ളവരെ ഒരു തവണ കോവിഡ് ബാധിച്ച് അവരുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കുറഞ്ഞ് ഇൻഫെക്ഷനൊക്കെ മാറി വരുന്ന ഒരു സ്റ്റേജിൽ അവരുടെ ആന്തരിക അവയവങ്ങൾ ഒരിക്കലും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ ഒരുപക്ഷെ മാസങ്ങൾ വേണ്ടിവരും. ഇതിനിടയ്ക്ക് അവർക്ക് വീണ്ടും ഒരു കോവിഡ് അറ്റാക്ക് ഉണ്ടായാലോ ഒരുപക്ഷെ അവർക്ക് സർവൈവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു അപകടമാണ് കേരളത്തിൽ N44K പടർന്നു പിടിച്ചാലുണ്ടാകുന്ന ഒരു ത്രെട്ട്. ഈ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കർശനമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റു വൈറസുകളെ അപേക്ഷിച്ച് 15 ഇരട്ടി വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് ഈ N44K. ഇത് പടരാതിരിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾ വീടുകളിലേക്ക് വൈറസിനെ കൊണ്ടുവരാതിരിക്കുക. സ്ട്രിക്റ്റ് ആയിട്ട് ഡബിൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, നിങ്ങളുടെ വീട്ടിൽ ഒന്നിലധികം കോവിഡ് രോഗി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രോഗം വന്ന് മാറിയവരും അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞവരും മാസ്ക് ഉപയോഗിക്കണം. ഇപ്പോഴും പലരും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്, ഒരു വീട്ടിൽ ഒരു യങ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു, അവർക്ക് വളരെ പെട്ടെന്ന് കുറയുന്നു, മറ്റുള്ളവർക്ക് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ആൾ കുളിച്ചിട്ട് വീണ്ടും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. വീടുകളിൽ മാസ്ക് ഉപയോഗിക്കത്തില്ല, യാതൊരു മുൻകരുതലുകളും എടുക്കാറില്ല. ഇത്തരക്കാരിലാണ് പലപ്പോഴും ഒരാഴ്ച കഴിയുമ്പോൾ സൈലന്റ് ഹൈപ്പോക്സിയ പോലെ ഓക്സിജൻ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന പോലുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് രോഗം മാറുന്നവരും വീടുകളിൽ നിർബന്ധമായിട്ടും മാസ്ക് ഉപയോഗിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും രോഗമുള്ള മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യണം. മാത്രമല്ല, രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ദിവസവും 3 നേരവും പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ നോക്കുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി എക്സസൈസും തുടരാൻ ശ്രമിക്കുക. ഇത്തരം ജനിതക മാറ്റം വന്ന വൈറസുകൾ ഇവിടെ പടരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇതല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളത് മറക്കാതിരിക്കുക. നിർബന്ധമായിട്ടും എന്തെങ്കിലും ആവശ്യത്തിന് വീടിന് പുറത്തേക്ക് പോകുന്നവർ ഡബിൾ മാസ്കും കൈകൾ സാനിറ്റൈസേഷനും അതേപോലെ മറ്റുള്ളവരുടെ അടുത്ത് നിന്നും ഒരു 2.5 മീറ്ററെങ്കിലും അകലവും പാലിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രധാനമാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് അവരെ ബോധവൽക്കരിക്കുക തന്നെ വേണം. വീണ്ടും കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.